പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹീതമായ സമയം നമുക്ക് ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ അനുവദിച്ച കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴ് നമുക്ക് താണിരിക്കാം. ഈ നാളുകൾ ആയുസ്സും ആരോഗ്യം തന്ന് കാത്തുപരിപാലിച്ച കർത്താവ് പലവിധമായ പ്രശ്നവഴികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും താങ്ങി എഴുന്നേൽപ്പിച്ച് നടത്തുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ചേർന്നിരിക്കാം. ഇന്നത്തെ ചിന്ത നഹൂം പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. വളരെ ശക്തമായൊരു തിരുവചനമാണത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. സംഹരിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ നിനക്കെതിരെ കയറി വരാൻ ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നാശമെന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ഇഷ്ടമല്ല. മറ്റൊരുവൻ്റെ നാശം ആഗ്രഹിക്കാനും പാടില്ല. പ്രകൃതിയുടേതായ ചില ഇടപെടലുകൾ ഈ നാളുകളിൽ വലിയ നാശത്തിനിടയാക്കി, വലിയ സംഹാരത്തിനിടയാക്കി നമുക്കറിയാം. ഇവിടെ പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ടാണ്. ഓർക്കുക, സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാണ്. സംഹാരകൻ കടന്നു വരുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മിസ്രയീം ദേശത്ത് 400-ലധികം വർഷക്കാലം കിടന്ന് കഷ്ടതയനുഭവിച്ച് ദുരിതമനുഭവിച്ച ആ ജനത്തെ വിട്ടയപ്പാൻ യഹോവയാം ദൈവം മോശെ മുഖാന്തരം ഫറവോനോട് ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോഴും അനുസരിക്കാതെ, സമ്മതിക്കാതെ കടന്നുപോയ ഫറവോൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചഞ്ചലിപ്പ് ഉണ്ടാകുന്ന വിധത്തിൽ ദൈവം തമ്പുരാൻ ഇടപെടുമ്പോഴാണ് ഒരു സംഹാരകൻ്റെ കടന്നുവരവിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്. യഹോവയാം ദൈവം ഇപ്രകാരം ഓർമ്മിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം കർത്താവ് പറയുകയാണ്, താൻ ചെയ്തെടുക്കാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന്, താൻ ചെയ്തെടുക്കാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് രേഖപ്പെടുത്തുകയാണ്. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. ദൈവകൽപ്പന അനുസരിക്കാതെ, ദൈവവചനത്തിന് വില കൊടുക്കാതെ, ദൈവവചനത്തിന് മാന്യത കൽപ്പിക്കാതെ അത് തള്ളിക്കളയുന്ന, നിരാകരിക്കുന്ന മനുഷ്യരുടെ ഉള്ളത്തിൽ ചിന്തകളുണ്ടാക്കേണ്ടതിന് ചില ഇടപെടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഇവിടെ ദൈവം പറയുകയാണ്, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തൂടെ കടന്നു പോകും. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ നിങ്ങളൊരടയാളം പതിക്കണം.
ആ ഒരു രക്തമടയാളമായി മാറണം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതു ആയിത്തീരുകയില്ല. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തിൻ്റെ മുൻപിൽ കട്ടിളപ്പടികളിൽ, അതിൻ്റെ കുറുമ്പടികളിൽ രക്തം അടയാളമായി നീ തളിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി കർത്താവ് ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ചവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് പെസഹായെ അറുപ്പീൻ. 22-ാം വാക്യം, ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീട്ടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. കാരണം യഹോവയാം ദൈവം മിസ്രയീം ദേശത്തൂടെ കടന്നു പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ കടന്നു പോകേണ്ടി വരുമ്പോൾ യഹോവ മിസ്രയീം വരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞു കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് മോശ വഴി യഹോവയാം ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു രക്തത്തിൻ്റെ തളിപ്പ് അതൊരടയാളമാണ്. ദൈവമക്കൾ പാർക്കുന്ന ഭവനത്തിൻ്റെ അടയാളം കർത്താവിൻ്റെ രക്തത്തിൻ്റെ തളിപ്പ്. പ്രിയമുള്ളവരെ, രക്തത്തിൻ്റെ തളിപ്പ്, രക്തത്തിൻ്റെ അടയാളമിട്ടതായ ഭവനങ്ങളിൽ പ്രിയമുള്ളവരെ സംഹാരകൻ കടക്കില്ല. ആ ഭവനത്തെ ഒഴിഞ്ഞ് സംഹാരകൻ കടന്നു പോകും. കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹരിപ്പാൻ തക്കവണ്ണം, മിസ്രയീമ്യ കുടുംബങ്ങളിൽ നിന്ന് സംഹരിപ്പാൻ തക്കവണ്ണം, മനുഷ്യൻ്റെ മനസ്സിൽ ദൈവഭയം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം സംഹാരകൻ കടന്നു പോകുമ്പോൾ അതിൽ ഉൾപ്പെടാതെ വണ്ണം ഇസ്രായേൽ മക്കളാകുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം സ്വന്തം ഭവനത്തിൻ്റെ കട്ടിളകളുമേൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് സംഹാരകൻ കടക്കത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ കലാകാലങ്ങളിൽ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ ഭവനങ്ങളിലും പുരോഹിതനെ കൂട്ടിവരുത്തി ഒരു ഭവനകുദാശയുടെ ശുശ്രൂഷ നടത്തി വീടിൻ്റെ കട്ടിളയുടെ കുറുമ്പടികളിലും കട്ടിളക്കാലുകളിലും പരിശുദ്ധ ശ്രീബായുടെ മുദ്ര പരിശുദ്ധ ശ്രീബായാൽ മുദ്ര ചാർത്തണമെന്ന്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പലർക്കും ബോധ്യമില്ല. ഒരുപക്ഷെ പുതിയ വീട് പണിയുമ്പോൾ മാത്രം അപ്രകാരമൊന്ന് ചെയ്തേക്കാം. എന്നാൽ കാലാകാലങ്ങളിൽ ഒരു പൈശാചിക ഇടപെടലുണ്ടാകാതിരിപ്പാൻ, ദുഷ്ടൻ്റെ പ്രവർത്തനം കടന്നു വരാതിരിപ്പാൻ, ദുഷ്ടൻ്റെ കണ്ണ് പതിയാതിരിപ്പാൻ, സംഹാരകൻ എത്തി നോക്കാതിരിക്കാൻ അത് വളരെ ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, സംഹാരകൻ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഭവനത്തിന്മേൽ ഒരടയാളമായി നിൽക്കുമ്പോൾ ആ ഭവനവും അതിലുള്ളവരും രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ വ്യക്തിപരമായി നമ്മിലേക്കും സംഹാരകൻ്റെ കടന്നുവരവ് ഉണ്ടാകാതെ ഇരിപ്പാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ പാപവഴികളിലൂടെ കടന്നുപോയി പിശാചിന് അധിവസിക്കാൻ തക്കവണ്ണമുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സംഹാരകൻ നമ്മിലേക്കും പ്രവേശിക്കും. അങ്ങനെ വരാതിരിപ്പാൻ തക്കവണ്ണം കോട്ട കാത്തുകൊള്ളുക എന്നാണ് നഹൂം പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കോട്ടയെ നീ ബലപ്പെടുത്തുക. സംഹാരകൻ അകത്ത് കടക്കാതിരിക്കാൻ നിനക്ക് ചുറ്റിലും
ശക്തമായ കൊട്ട തീർക്കുക, ചുറ്റിലും മതിൽ പണിയുക, പിശാച് പ്രവർത്തിക്കാതിരിക്കാൻ, ദുഷ്ടൻ കടന്നു വരാതിരിക്കാൻ, പാപത്തിലേക്ക് കൊണ്ടുപോകാതിരിപ്പാൻ, പാപം നമ്മെ മൂടാതിരിപ്പാൻ, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ പുൽകാതിരിപ്പാൻ നിന്നെ തന്നെ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് കടത്തി നിർത്തുക. ഏതാണ് ആ കോട്ട? അത് കുഞ്ഞാടിൻ്റെ രക്തക്കോട്ടയാണ്. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് ഒരു കോട്ട, ആ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഒരുക്കുകയാണ്. പ്രിയമുള്ളവരെ, മരണാനന്തര ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ ഇപ്രകാരം ഒരു ഗീതം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ആ ഗീതം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ രക്തം, ആ കർത്താവിൻ്റെ രക്തം, ആ കുഞ്ഞാടാകുന്ന കർത്താവിൻ്റെ രക്തം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം എന്തെന്ന് അതിപ്രകാരം പരിശുദ്ധാത്മാവ് പിതാക്കന്മാരിലൂടെ പാടുകയാണ്. ദൈവസുത വഴിയാത്രയിലെൻ പാഥേയം നീയാം, ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി, ഞാനെരിയരുതേ നിന്മേരുധിരങ്ങൾ എൻ തനുവീന്നും വാസന വീശുമ്പോൾ. പ്രിയമുള്ളവരെ, മരണപ്പെട്ടവൻ്റെ ആത്മാവ് ഇങ്ങനെ പാടുകയാണ്. ദൈവസുധ വഴിയാത്രയിൽ എൻ്റെ പാഥേയം എന്ന് പറയുന്നത് നീയാണ്. വിശന്ന കാലത്തെല്ലാം നീ എനിക്ക് ഭക്ഷണമായി വന്നു. എന്നാൽ നിൻ്റെ തിരുശരീരക്തങ്ങൾ എന്നിലിരിക്കുന്നത് കൊണ്ട് ഞാൻ എരിഞ്ഞു പോകരുത്. സംഹാരകൻ്റെ പിടിയിൽ ഞാൻ പെട്ടുപോകരുത്. അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സൈന്യങ്ങളാൽ പിടിക്കപ്പെടുവാൻ ഇടയാകരുത്. കാരണം എൻ്റെ ശരീരത്തിൽ ആവസിച്ചിരിക്കുന്ന നിൻ്റെ തിരുരക്തത്തിൻ്റെ ആ ഗന്ധമുയരുമ്പോൾ ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഇടയാകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ സംഹാരകൻ്റെ കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെട്ട് അവൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതെന്നും മുതൽക്കൂട്ടായി നിൽക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം സങ്കീർത്തനം 91:1 ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്. അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. അവൻ എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്. ഞാൻ തകർന്നു പോകാതിരിക്കേണ്ടതിലേക്ക് കർത്താവിലേക്ക് ചേർന്ന് നിൽക്കാൻ, സംഹാരകൻ്റെ പിടിയിൽപ്പെട്ട് അമർന്നുപോയി നഷ്ടപ്പെടാതിരിക്കുവാൻ, അവനാകുന്ന കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. യഹോവേ, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ ബലമാണ്, നീ എന്നെ കാത്തുകൊള്ളണേ, നീ എന്നെ സംരക്ഷിക്കണേ. സംഹാരകൻ്റെ ഇടപെടൽ എന്നിലേക്ക് കടന്നു വരാതിരിപ്പാൻ നീ എനിക്ക് താങ്ങും കോട്ടയുമാകണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, 2 ചിന്തകൾ. സംഹാരകൻ നിനക്ക് എതിരെ കടന്നു വരും. അതേത് സമയത്തും വന്നേക്കാം. പക്ഷേ ആ സംഹാരകൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിലേക്ക് പ്രവേശിക്കാതിരിപ്പാൻ ഒരുക്കമുള്ള ഒരു ജീവിതം, കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു ജീവിതം നമ്മിലുണ്ടാകണം. അവൻ്റെ വചനത്തിന് കീഴിരുന്ന് അവൻ്റെ വചനത്തെ ധ്യാനിക്കുന്നൊരു ശീലം നമുക്കുണ്ടാകണം. അവൻ്റെ കൽപ്പന പാലിക്കുന്ന ഒരു ജീവിതശീലം നമുക്കുണ്ടാകണം. ദുഷ്ടൻ നമ്മിൽ ആധിപത്യം സ്ഥാപിക്കാൻ തക്കവണ്ണം ഉള്ളതായ ഏതെങ്കിലും പാപസാധ്യതകൾ നമ്മിലുണ്ടെങ്കിൽ അതിനെ ദൂരെ എറിയുന്നൊരു ശീലമുണ്ടാകണം. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ചേർന്നിരിക്കണം. ഒന്നിൻ്റെ തിരുരക്തത്താൽ കഴുകിയവരായിരിക്കണം. ആ തിരുരക്തത്തിൻ്റെ കൊട്ടയ്ക്കുള്ളിൽ സംരക്ഷണം ചെയ്യപ്പെട്ടവരായിരിക്കണം. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു:
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന്. നമ്മെ വീണ്ടെടുത്തത് കർത്താവിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തത്തിൻ്റെ ആ സംരക്ഷണത്തിനുള്ളിലേക്ക് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. ആ തിരുരക്തത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. അത് വിശുദ്ധിയോടെ അനുഭവിക്കാൻ നമുക്കൊന്നൊരുങ്ങി നിൽക്കാം. ആ ഒരുക്കത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവൻ്റെ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. കർത്താവേ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാം. അനുതാപമുള്ള ഹൃദയത്തിലൂടെ കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്ന പാപം അവൻ ക്ഷമിച്ചു തരും. വിശുദ്ധീകരിക്കപ്പെട്ട നമ്മിലേക്ക് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അത് അടയാളമായി വയ്ക്കുമ്പോൾ സംഹാരകന് പിന്നെ നമ്മിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, മുന്നമേ ഞാൻ ഓർമ്മിപ്പിച്ചു, ഓരോ ഭവനവും പരിശുദ്ധ ശ്ലീബായുടെ അടയാളത്താൽ മുദ്ര ഇട്ട ഒരനുഭവമുണ്ടാകണം. കാലാകാലങ്ങളിൽ ഭവനകൂദാശയുടെ ശുശ്രൂഷയിലൂടെ അത് ചെയ്തെടുക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധ ഉള്ളവരാകണം. മാത്രമല്ല, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു ശീലവും നമുക്കുണ്ടാകണം. കാരണം സംഹാരകൻ നമ്മിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. സംഹാരൻ നശിപ്പിക്കുന്നവനാണ്. അവൻ നശിപ്പിച്ചു കളയും. കാരണം ദൈവവഴിയിൽ നിൽക്കുന്നവരെ വലിച്ചു മാറ്റി പാപത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനാണ് ദുഷ്ടൻ പരിശ്രമിക്കുന്നത്. പെട്ടുപോകരുത്. പ്രിയമുള്ളവരെ, വീണ്ടും നഹൂം പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്, നിൻ്റെ വഴിയെ നീ സൂക്ഷിക്കണം. നീ നിൽക്കുന്ന വഴി ഏതെന്ന് മനസ്സിലാക്കി നീ ജീവിക്കാൻ പരിശ്രമിക്കണം. നിൻ്റെ വഴി നേരിൻ്റെ വഴിയാണോ? നിൻ്റെ വഴി നന്മയുടെ വഴിയാണോ? നിൻ്റെ വഴി കർത്താവിലേക്കുള്ള വഴിയാണോ? നിൻ്റെ വഴി ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണോ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കുക. സദൃശ്യവാക്യം 16:25 അത് ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. ചില മനുഷ്യർക്ക് തോന്നും, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി അത് നല്ല വഴിയാണ്, അത് നേരിൻ്റെ വഴിയാണെന്ന് എന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ ന്യായീകരിച്ചു പറയും. പക്ഷേ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്, അതിൻ്റെ അവസാനമോ അത് പാപവഴിയാണ്, അല്ലെങ്കിൽ മരണവഴിയാണ്. ലോകത്തിലെ മനുഷ്യൻ ന്യായീകരിച്ച് പറയുന്ന ചില വഴികൾ ചെന്നെത്തിച്ചെല്ലുന്നത് അല്ലെങ്കിൽ ചെന്നെത്തിച്ചേരുന്നത് മരണവഴിയിലാണ്, നാശവഴിയിലാണ്. പ്രിയമുള്ളവരെ, ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കണം. ലോകത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന വഴിയെല്ലാം നല്ല വഴിയാണെന്ന് തോന്നും, അത് വിശാല വഴിയാണ്. പക്ഷേ ലോകത്തിന് മനസ്സിലാകില്ല ആ വിശാല വഴിയുടെ അവസാനം നാശമാണെന്ന്. എന്നാൽ നിത്യജീവനിലേക്ക് പോകുന്ന വഴി അത് ഇടുങ്ങിയതാണ്, ഞെരുക്കമുള്ളതാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാക്കന്മാർ അത് കണ്ട് മനസ്സിലാക്കി, ആ വചനത്തെ പഠിച്ചപ്പോൾ മനസ്സിലാക്കി. ജീവവഴി മൃതിഭാന്താവെന്ന് ഇരുവഴികൾ സഹതേർ കണ്ടു. ജീവവഴിയുടെയും മരണത്തിൻ്റെ വഴിയുമെന്ന് പിതാക്കന്മാർ കണ്ടു. ആ പിതാക്കന്മാർ എന്ത് ചെയ്തുവോ അത് ആ ജീവൻ്റെ വഴിയെ സ്വീകരിപ്പാൻ തക്കവണ്ണം മരണവഴിയെ ഉപേക്ഷിച്ചു. മരണവഴിയെ ഉപേക്ഷിച്ചിട്ട് ജീവൻ്റെ വഴിയിലേക്ക് കടന്നെത്തിച്ചെല്ലുവാൻ ആഗ്രഹത്തോടെ മുന്നേറി. അങ്ങനെ പിതാക്കന്മാർ കർത്താവിൻ്റെ വഴിയിലേക്ക് കടന്നു ചെന്നു, ജീവവഴിയിലേക്ക് ചെന്നു, രക്ഷയുടെ വഴിയിലേക്ക് കടന്നു ചെന്നു. ഏതാണ് രക്ഷയുടെ വഴി? കർത്താവ് യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വഴിയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാനാണ് വഴി, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നില്ലെന്ന് കർത്താവ് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അവനാകുന്ന വഴിയിലേക്ക്, യേശുവാകുന്ന വഴിയിലേക്ക് കടന്നു നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. യേശുവാകുന്ന വഴിയിലേക്ക് കടന്നു നിൽക്കുമ്പോൾ ലോകപരമായ പല പ്രതിബന്ധങ്ങളുണ്ടാകും, ചില തടസ്സങ്ങളുണ്ടാകും, ചില ബുദ്ധിമുട്ടുകളുണ്ടാകും.
പക്ഷേ ഓർത്തുകൊള്ളുക, ആ ബുദ്ധിമുട്ട് സഹിക്കുന്നത്, ആ തടസ്സങ്ങളെ നീക്കിക്കളയുന്നത് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് എനിക്ക് തരുന്ന അനുഗ്രഹകാലമാണെന്ന് ചിന്തിച്ചുകൊള്ളുക. കർത്താവാകുന്ന വഴിയിലേക്ക് ചേർന്ന് നിൽക്കാൻ, ജീവിതത്തിൽ ആനന്ദമനുഭവിപ്പാൻ, നിത്യസന്തോഷമനുഭവിപ്പാൻ, നിത്യരക്ഷയുടെ തലത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നഹൂം പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു, സംഹാരകൻ നിനക്കെതിരെ കടന്നു വരും. അതിനു മുമ്പ് നിൻ്റെ കോട്ട കാക്കണം, നിൻ്റെ വഴിയെ സൂക്ഷിക്കണം. കോട്ട കാക്കണം, വഴിയെ സൂക്ഷിക്കണം, അത് മറക്കാൻ പാടില്ല. വീണ്ടും പറയുന്നു, അരമുറുക്കുക, സന്നദ്ധതയുടെ അരമുറുക്കുക. ജീവൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അതൊരു യുദ്ധത്തിലേക്കാണ്. പിശാചിനോട് അടരാടി ജീവിതത്തിൽ വിജയം വരിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം അരമുറുക്കി, അരയും തലയും മുറുക്കി എന്ന വിധത്തിൽ ഒരുങ്ങുക. കർത്തൃരാജ്യത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം, പിശാചിനോട് അടരാടാൻ തക്കവണ്ണം, സംഹാരകനോട് അടരാടുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കണം. ജീവൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അതൊരു പോർക്കളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ലോകത്തിൻ്റെ വഴിയിൽ നിൽക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് നമ്മളെ വട്ടം പിടിക്കാൻ വരത്തില്ല. കാരണം പിശാചിനറിയാം അവൻ നിൽക്കുന്നത് തന്നെ ലോകത്തിൻ്റെ വഴിയിലാണ്, നാശത്തിൻ്റെ വഴിയിലാണെന്ന്. പക്ഷേ ദൈവ വഴിയിലേക്ക് കടന്നു നിൽക്കുവാൻ ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിടിച്ചു മാറ്റി, വലിച്ചു മാറ്റി ലോകത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുവാൻ പിശാച് പരിശ്രമിക്കും. എന്നാൽ പിടികൊടുക്കാതിരിക്കണം. അതിന് കർത്താവിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ച് ബലം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ആരാധനയോട് ചേർന്ന് നിന്ന് ബലപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ ബലപ്പെടുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, എഫേസ് ലേഖനത്തിൽ പറയുന്ന 6-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ നമുക്ക് സാധിക്കണം. സർവ്വ ആയുധങ്ങളും ധരിച്ച് കർത്താവിൽ ബലം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കണം. അത്ര തന്നെ ശക്തിയുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് പിശാച് നമ്മെ വിട്ടു പോകത്തുള്ളൂ, പൈശാചികൻ നമ്മെ കടന്നു പോകത്തുള്ളൂ, സംഹാരകൻ നമ്മെ വിട്ടു പോകത്തുള്ളൂ. അതല്ലെങ്കിൽ സംഹാരൻ്റെ പിടിയിൽ അമർന്നു പോകും. ആകാതിരിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം. നഹൂം പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സംഹാരകൻ നിനക്കെതിരെ ഏതു സമയം കടന്നു വരാം. നിൻ്റെ കോട്ട കാത്തുകൊള്ളുക, നിൻ്റെ വഴിയെ സൂക്ഷിക്കുക, അരമുറുക്കുക, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക. നീ ശക്തീകരിക്കപ്പെടേണ്ടത് കർത്താവിലാകണം. കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കുന്ന, കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് ബലം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനും വാക്കുമാറാത്തവനും സ്നേഹനിധിയുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴിയെ സൂക്ഷിക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക എന്ന്. കർത്താവെ, കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്ക് വന്നു പോയതായ പാപവഴികൾ, പാപസാധ്യതകൾ ദൈവമേ അവിടുന്ന് കരുണയോടെ ശുദ്ധീകരിച്ച് കർത്താവെ പാപക്ഷമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ രാജ്യത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം, സംഹാരകൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ വണ്ണം എന്നെ കാത്തുകൊള്ളുവാൻ കർത്താവെ നീയാകുന്ന കോട്ടയിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. അവിടെ നിന്നൊഴുക്കിയ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വിഭാഗിച്ചു തന്നതായ നിൻ്റെ തിരുശരീരത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. നീയാകുന്ന വഴിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, നിന്നിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ തന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ ചെയ്യണമേ. ഞങ്ങളെ തന്നെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. വാഴ്വുകളാൽ അനുഗ്രഹിക്കണമേ. അൻപുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നു. സ്വർഗ്ഗപിതാവേ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം, മാനവരക്ഷകൻ പിറന്ന ദിനം.
രക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി